ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിലെ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്ന പാർട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. നേരത്തെ നമ്മൾ കോറിലേഷനുമായിട്ട് ബന്ധപ്പെട്ട 3 ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതോടൊപ്പം ഈ ക്ലാസ്സുകളുടെ ലിങ്ക് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നോക്കാം. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് 2 മെത്തേഡുകളായിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞത്. ഡയറക്റ്റ് മെത്തേഡിനെ കുറിച്ചും അതേപോലെ തന്നെ അസ്യൂംഡ് മീൻ മെത്തേഡിനെ കുറിച്ചും. ഇവിടെ നമ്മൾ പറയുന്നത് അരിത്തമെറ്റിക് മീൻ മെത്തേഡിനെ കുറിച്ചാണ്. അതായത് അരിത്തമെറ്റിക് മീൻ അപ്ലൈ ചെയ്തുകൊണ്ട് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് R is equal to സിഗ്മ എക്സ് വൈ ഡിവൈഡഡ് ബൈ റൂട്ട് സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് സിഗ്മ വൈ സ്ക്വയർ എന്നുള്ളത്. അല്ലെങ്കിൽ അതിനെ എങ്ങനെ പറയാം? R is equal to സിഗ്മ ഡി എക്സ് ഡി വൈ ഡിവൈഡ് ബൈ റൂട്ട് സിഗ്മ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് സിഗ്മ ഡി വൈ സ്ക്വയർ എന്നുള്ള രീതിയിലും പറയാം. ഓക്കെ, അപ്പൊ ഇത് 2 ഇക്വേഷൻ എങ്ങനെ വരുന്നത് ജസ്റ്റ് നമുക്ക് നോക്കാം. അതായത് ഇവിടെ നമ്മൾ സിഗ്മ എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് സ്മോൾ ലെറ്റർ ആയിട്ടാണ് എടുക്കുന്നത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഉദാഹരണത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ്, സെയിൽസ് യൂണിറ്റ് ആണ് തന്നത്. അപ്പൊ ഇതിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കും, ഇതിനെ വൈ ആയിട്ടും എടുക്കും. ഓക്കെ, അപ്പൊ എക്സും വൈയും നമ്മൾ എക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വൈ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ഞാൻ ജസ്റ്റ് നോക്കാം. എക്സിനെ നമ്മളെല്ലാം കൂടെ ഇങ്ങോട്ട് എഴുതി 50 60 55 65 ഇങ്ങനെ എഴുതി. ഇനി y 10 14 15 ഇതിനെയും ഇവിടെ ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതി. ഇനി എക്സ്ട്രാ കോളംസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സ്മോൾ ലെറ്റർ എക്സ് ആണ്, അതേപോലെ സ്മോൾ ലെറ്റർ എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇവിടെ എക്സിന് പകരം എന്ത് കൊടുക്കും? dx എന്ന് കൊടുക്കും. ഓക്കെ, dx അതായത് ഡീവിയേഷൻ ആണ്, എക്സിന്റെ ഡീവിയേഷൻ ആണ് കാണിക്കുന്നത്. പക്ഷെ ഈ ഡീവിയേഷൻ എന്ന് പറയുന്നത് ഏതിൽ നിന്ന് വരുന്ന ഡീവിയേഷൻ ആണ്? അരിത്തമെറ്റിക് മീൻ ആണ്. എക്സ് മൈനസ് എക്സ് ബാർ ആണ് ഇവിടെ കാണുന്നത്. നേരത്തെ നമ്മൾ അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരം ഒരു dx കണ്ടിരുന്നു. അവിടെ നമ്മൾ അസ്യൂംഡ് മീന് ബേസ് ചെയ്തുകൊണ്ടാണ് dx കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പൊ അത് രണ്ടും തമ്മിൽ മാറിപ്പോവാതിരിക്കാനാണ് ഞാൻ ഈ ഇക്വേഷൻ എടുക്കുന്നത്. ഈ ഇക്വേഷൻ ആണ് ബെറ്റർ നിങ്ങൾക്ക് ചെയ്യാന്. അതായത് ഇവിടെ എക്സ് സ്മോൾ ലെറ്റർ എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് ബാർ ആണ്. സ്മോൾ ലെറ്റർ വൈ എന്ന് പറഞ്ഞാൽ വൈ മൈനസ് വൈ ബാർ ആണ്. അപ്പൊ ആദ്യം നമ്മൾ എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ് ബാർ ഈസ് ഈക്വൽ ടു എന്താണ്? സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ ആണ്. സിഗ്മ എക്സ് എന്ന് പറയുന്നത് ഇവിടെ 700 ആണ്. അപ്പൊ 700 ഡിവൈഡ് ബൈ എൻ എത്രയാണ്? 1 2 3 4 5 6 7 8 9 10 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ 70 എന്ന് കിട്ടും. അപ്പൊ 70 ആണ് എന്ത് ഇവിടെ എക്സ് ബാർ വരുന്നത്. അപ്പൊ നമ്മൾ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ എക്സ് അല്ലെങ്കിൽ ഡി എക്സ് എന്ന് പറയാം. എക്സ് കാൽക്കുലേറ്റ് എങ്ങനെയാണ്? എക്സിൽ നിന്നും എക്സ് ബാർ മൈനസ് ചെയ്യണം. എക്സ് എന്ന് പറയുന്നത് 50 ആണ്. 50യിൽ നിന്നും 70 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? -20 കിട്ടും. 60യിൽ നിന്നും 70 കുറച്ചാല് -10 കിട്ടും. 55ൽ നിന്നും 70 കുറച്ചാല് -15 കിട്ടും. 65ൽ നിന്നും 70 കുറച്ചാല് -5 കിട്ടും. ഇതേ രീതിയിൽ നമ്മൾ എക്സിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സെയിം ആസ് വൈ ബാർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. വൈ ബാർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സിഗ്മ വൈ ഡിവൈഡ് ബൈ എൻ ആണ്. സിഗ്മ വൈ, വൈയുടെ ടോട്ടൽ എത്രയാണ്? 150 ആണ്. ഇത് 150 ജസ്റ്റ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണേ. ഇതിന്റെ ടോട്ടൽ കണ്ടെത്തുക. 150 ഡിവൈഡ് ബൈ 10 കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും? 15 കിട്ടും. അപ്പൊ ഇവിടെ സ്മോൾ ലെറ്റർ വൈ കാണാൻ അല്ലെങ്കിൽ എന്താണ്? സിഗ്മ ഡി വൈ കാണാൻ. ഡി വൈ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ വൈ, വൈ മൈനസ് വൈ ബാർ ആണ്. വൈ എന്ന് പറയുന്നത് 10 ആണ്. 10ൽ നിന്നും 15 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? -5 എന്ന് കിട്ടും. 40ൽ നിന്നും 15 കുറച്ചാൽ -1, 50ൽ നിന്നും 15 കുറച്ചാൽ 0. ഈ രീതിയിൽ നമ്മൾ വൈ സ്മോൾ ലെറ്റർ വൈ കൂടെ കണ്ടെത്തുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എക്സും വൈയും കണ്ടു. ഇനി എക്സിന്റെ സ്ക്വയർ കാണാം. സ്മോൾ ലെറ്റർ എക്സിന്റെ സ്ക്വയർ കാണണം, അല്ലെങ്കിൽ ഡി എക്സ് സ്ക്വയർ എന്ന് പറയാം. ഇതിന് ഡി എക്സ് സ്ക്വയർ എന്നും നമുക്ക് ഈ ഇക്വേഷൻ ബേസ് ചെയ്തുകൊണ്ടാണെങ്കിൽ പറയാം. അപ്പൊ എക്സ് സ്ക്വയർ കണ്ടു. 20യുടെ സ്ക്വയർ -20യുടെ സ്ക്വയർ 400, -10ന്റെ സ്ക്വയർ 100, 15ന്റെ സ്ക്വയർ 225. ഇതേ രീതിയിൽ സ്ക്വയർ കാണുന്നു. സെയിം ആസ് വൈയുടെ സ്ക്വയറും കാണുന്നു. സ്മോൾ ലെറ്റർ വൈയുടെ -5ന്റെ സ്ക്വയർ 25, -1ന്റെ സ്ക്വയർ 1, 0, -4ന്റെ സ്ക്വയർ 16. ഇതേ രീതിയിൽ സ്ക്വയർ കാണും. ഓക്കെ അല്ലെ? നെക്സ്റ്റ് കോളം നമ്മൾ കാണുന്നത് എക്സ് ഇൻറ്റു വൈ ആണ്. സ്മോൾ ലെറ്റർ എക്സ് ഇത് അതേപോലെ തന്നെ ഈ സ്മോൾ ലെറ്റർ വൈയും ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. -20 ഇൻറ്റു -5. ഓക്കെ, മൈനസ് ഇൻറ്റു മൈനസ് എന്താവും? പ്ലസ് ആവും. -20 ഇൻറ്റു -5 എന്തായി? 100 ആയി. -10 ഇൻറ്റു -1 10. ഇതേ രീതിയിൽ രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി ഇതിനെയൊക്കെ നമ്മൾ ടോട്ടൽ ചെയ്യണം. എക്സ് വൈയുടെ ടോട്ടൽ, അതായത് സിഗ്മ എക്സ് വൈ കിട്ടും. സിഗ്മ വൈ സ്ക്വയർ ടോട്ടൽ ചെയ്യണം. അതേപോലെ സിഗ്മ എക്സ് സ്ക്വയറും ടോട്ടൽ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇനി ജസ്റ്റ് നമ്മൾ
ഇതിന്റെ ഇക്വേഷനിലേക്ക് കൊടുക്കുന്നത്. ഞാൻ ഈ ഇക്വേഷൻ വെച്ചുകൊണ്ടാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇതായിരിക്കും എളുപ്പം നിങ്ങൾക്ക്, കാരണം ഇത് നേരത്തെ നമ്മൾ പഠിച്ച മെത്തേഡായിട്ട് മാറിപ്പോവാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എടുക്കുന്നത്. എന്ത് വരും? സിഗ്മ എക്സ് വൈ ഡിവൈഡഡ് ബൈ റൂട്ട് സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് സിഗ്മ വൈ സ്ക്വയർ എന്ന്. ഓക്കെ, അപ്പൊ ഇവിടെ സിഗ്മ എക്സ് വൈ എന്ന് പറയുന്നത് എത്രയാണ്? 270 ആണ്. ഡിവൈഡ് ബൈ റൂട്ട് സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 1400 ആണ്. ഇനി റൂട്ട് സിഗ്മ വൈ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 102 ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ വർക്ക്ഔട്ട് ചെയ്യുന്നു. 270 ഡിവൈഡഡ് ബൈ ഈ 1400ന്റെ റൂട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. റൂട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 31.4166 എന്ന രീതിയിൽ കിട്ടും. ഇനി റൂട്ട് 102 കണ്ടു കഴിഞ്ഞാൽ എന്ത് വരും? 10.0995 ഇതേ രീതിയിൽ കിട്ടും. ഓക്കെ, അതായത് ഇവിടെ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു 270 ഡിവൈഡഡ് ബൈ നമുക്ക് എത്ര കിട്ടും? 377.89. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 0.714 എന്നുള്ള രീതിയിൽ കിട്ടും. ഓക്കെ, അതായത് 0.714 എന്ന് പറഞ്ഞാല് നമ്മൾ ആ ടേബിൾ പ്രകാരം എന്താണ്? 0.75 വരെ എന്താണ്? മോഡറേറ്റ് ഡിഗ്രി ആണ്. മോഡറേറ്റ് ഡിഗ്രി ഓഫ് ഇവിടെ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് കോറിലേഷൻ എന്നുള്ളതാണ് ഇതിന്റെ കൺക്ലൂഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ അരിത്തമെറ്റിക് മീൻ മെത്തേഡ് പ്രകാരം സിഗ്മ എക്സ് വൈ ഡിവൈഡ് ബൈ സിഗ്മ റൂട്ട് സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് സിഗ്മ വൈ സ്ക്വയർ ആണ്. ഈ എക്സ് എന്നുള്ളത് നമ്മൾ സ്മോൾ ലെറ്റർ എടുക്കുന്നത് എങ്ങനെയാണ്? എക്സ് മൈനസ് എക്സ് ബാർ, വൈ എന്നുള്ളത് വൈ മൈനസ് വൈ ബാർ ആണ്. ഓക്കെ, അത് നമ്മൾ ഡി എക്സ് എന്ന് കാണിക്കുന്നതിന് പകരമാണ് എക്സ് കാണിക്കുന്നത്. ഡി എക്സ് എന്ന് നമ്മൾ ഇവിടെ കാണിക്കാതെ എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. നേരത്തെ അസ്യൂംഡ് മീൻ മെത്തേഡിൽ ഡി എക്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്തത്. അതുകൊണ്ട് അതും ഇതും തമ്മിൽ മാറിപ്പോകാതിരിക്കാനാണ് ഞാൻ ഇതേ രീതിയിൽ ഇക്വേഷൻ എടുക്കാൻ പറഞ്ഞത്. ജസ്റ്റ് മനസ്സിലാക്കുക, ഇവിടെ എക്സ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക് യു.